മഹാരാഷ്ട്രയിലെ പാൽഘർ ജില്ലയിൽ സിപിഎം സംഘടിപ്പിച്ച ലോങ് മാർച്ച് വൻ ജനപങ്കാളിത്തത്തോടെ ശ്രദ്ധേയമായി. ദഹാനു താലൂക്കിലെ ചരോട്ടിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ 1,00,000-ലധികം പേർ അണിനിരന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ അനിശ്ചിതകാല ധർണ നടത്തുമെന്ന് പ്രഖ്യാപിച്ച് സിപിഎം നേതൃത്വം. മഹാരാഷ്ട്രയിലെ പാൽഘർ ജില്ലയിൽ സിപിഐഎം സംഘടിപ്പിച്ച ലോങ് മാർച്ചിൽ 50,000-ലധികം പേർ പങ്കെടുത്തു. ദാനു ജില്ലയിലെ ചാരോട്ടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ ജില്ലയിലെ എല്ലാ താലൂക്കുകളിലെയും കർഷകരും തൊഴിലാളികളും ആദിവാസികളും അണിനിരന്നു. പാൽഘർ ജില്ലാ കളക്ടറേറ്റിന് മുന്നിലെത്തി അനിശ്ചിതകാല ധർണ ആരംഭിക്കുമെന്ന് സിപിഐഎം നേതൃത്വം അറിയിച്ചു. ജനങ്ങളുടെ ദീർഘകാല ആവശ്യങ്ങൾ രേഖാമൂലം വ്യക്തമായ സമയപരിധിയോടെ സർക്കാർ അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് തീരുമാനം. അഖിലേന്ത്യാ കിസാൻ സഭ, CITU, അഖിലേന്ത്യാ ജനാധിപത്യ വനിതാ അസോസിയേഷൻ, DYFI, SFI, ആദിവാസി അധികാർ രാഷ്ട്രീയ മഞ്ച് തുടങ്ങി ബഹുജന സംഘടനകൾ മാർച്ചിൽ സജീവമായി പങ്കെടുത്തു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം ഡോക്ടർ അശോക് ദാവ്ലെ, മറിയം ദാവ്ലെ, സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അജിത് നവാലെ, CITU സംസ്ഥാന സെക്രട്ടറി വിനോദ് നക്കോളെ, ദാനു MLA കിരൺ ഗാല എന്നിവരാണ് മാർച്ചിന് നേതൃത്വം നൽകുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗം വിജു കൃഷ്ണനും അനിശ്ചിതകാല സമരത്തിൽ പങ്കെടുക്കും. വനാവകാശ നിയമം കർശനമായി നടപ്പാക്കുക, സ്മാർട്ട് മീറ്റർ പദ്ധതി റദ്ദാക്കുക, തൊഴിൽ കോഡുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CPIM ഈ വൻ ജനമുന്നേറ്റം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.